പിടിച്ചേട്ടോ. നാട്ടുകാരും പോലീസും സാധനമാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, ഇതെങ്ങനെ എടുക്കുക? കോട്ടൺ ത്രെഡാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ഈ കുട്ടികളും കൂടെ കൈറ്റ് ലൈറ്റ് ഫൗണ്ടേഷൻ്റെ മെയിൻ സാരഥിയായ ശ്രീ രാജേഷ് ജനയുമൊത്ത് ഇവിടെ വൈക്കം ബീച്ചിൽ, പ്രശസ്തമായ വൈക്കം ബീച്ചിൽ ഒരു കൈറ്റ് ഫെസ്റ്റ് നടക്കുകയാണ്. സ്കൂൾ കുട്ടികളൊക്കെ ചേർന്നാണ് ഈ കൈറ്റ് ഫെസ്റ്റ് നടക്കുന്നത്. വൈക്കം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വിമുക്തി എന്നൊരു പദ്ധതിയാണ് ഇവിടെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു അവയർനെസ്സും പൊതുജനത്തിന് ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ വൈക്കം ബീച്ചിൽ പട്ടം പറത്തി അത് ആചരിക്കുകയാണ്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ ഈ വൈക്കം ബീച്ചിലോട്ടായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് രാജേഷ് നായർ. ഞാൻ കൈറ്റ് ലൈറ്റ് ഫൗണ്ടേഷൻ്റെ ആളാണ്. ആൻഡ് ഞങ്ങൾ ഇന്നിവിടെ വിമുക്തി എന്ന് പറയുന്ന ലഹരി വിരുദ്ധ സന്ദേശവുമായിട്ട് പട്ടം പറത്തലുമായി ബന്ധപ്പെട്ട് വൈക്കം ബീച്ചിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഒത്തുചേർന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും പട്ടങ്ങൾ ഇവിടെ പറത്തുന്നുണ്ട്. ഇതിനൊക്കെ ലഹരി വിമുക്തി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ടാണ്. നന്ദി, നമസ്കാരം. വൈക്കം ബീച്ച് ടെക്നിക്കൽ എങ്കിലും കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗം ഇന്ന് അവസാനിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായി വൈക്കത്ത് കേരള കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു പട്ടം പറത്തൽ മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട MLA അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ബഹുമാനായ എക്സൈസ് ഉദ്യോഗസ്ഥർ, വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപക രക്ഷകർത്ത സുഹൃത്തുക്കളെ, കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ലഹരി ദിനത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിക്കാം. ഹലോ, എന്ത് തോന്നുന്നു പട്ടം പറത്തിയിട്ട്? നല്ല ഇന്നത്തെ ലഹരി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? എഴുതിയേക്കുന്നതാണ് ഡ്രഗ്സ് വിൽ കിൽ യു എന്നാണ് ഞാൻ എഴുതിയത്. ഡ്രഗ്സ് വിൽ കിൽ യു അതെന്ന് വെച്ചാൽ മലയാളത്തിൽ ലഹരി നിങ്ങളെ കൊല്ലുന്നു. അപ്പോൾ ഭാവിയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഇനി ഉപയോഗിക്കത്തില്ല എന്നാണോ പറയുന്നത്? ഉപയോഗിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതിജ്ഞ. അത് മാത്രമല്ല നിഗമനവും അങ്ങനെ തന്നെയാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. ഓക്കെ, മിടുക്കാൻ. അപ്പോൾ കൂട്ടുകാരോടൊക്കെ ഈ സന്ദേശം ഷെയർ ചെയ്യത്തില്ലേ? ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താ ദോഷം എന്താണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആരെയും തിരിച്ചറിയാനും പറ്റില്ല. നമ്മളെല്ലാം ഭ്രാന്തന്മാരെ പോലെ ആയി മാറും. നമ്മുടെ ജീവിതം നമുക്ക് നശിക്കും അല്ലേ? ജീവിതം നശിക്കും. നമ്മുടെ പഠനത്തിലും എല്ലാത്തിലും അത് ഒരുപാട് ബാധിക്കും. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് ബാധിക്കും. നമ്മുടെ സമൂഹത്തിൽ അത് ഒരുപാട് ബാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് അവർ വെറുതെ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വെറുതെ സന്ദേശം നൽകുമല്ല, അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ടീച്ചർമാരും അവരൊപ്പം കൂടിയിട്ടുണ്ട്. എക്സൈസുകാരും അവരുടേതായ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുമുണ്ട്. എല്ലാ പട്ടങ്ങളിലും കുട്ടികൾ അതിൻ്റെ മെസ്സേജ് എഴുതിയിട്ടുണ്ട്. നോ ടു ഡ്രഗ്സ് എല്ലാ പട്ടത്തിലും എഴുതിയിട്ടുണ്ട്. ഭാവിയിൽ നല്ലൊരു തലമുറ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെയാണ് പറക്കുക, എളുപ്പമല്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, മുകളിലോട്ട് പൊന്തിക്കോളും. ഓക്കെ. നവംബർ 1 കേരള പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ മറക്കാൻ പറ്റാത്ത വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് ഈ വൈക്കം ബീച്ചിൽ നിന്നും കൈറ്റ് ലൈറ്റ് ഫൗണ്ടേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാം എൻജോയ് ചെയ്യാണ് അവിടെ. കുഞ്ഞെ കൊച്ച് ലഹരിയെ പറ്റി നമുക്ക് സന്ദേശം നൽകുകയാണ്. നമുക്കൊന്ന് ഒരിക്കലും ലഹരിക്ക് അടിമകളാവാൻ പാടില്ല. ഭാവിയിൽ നമ്മളും ലഹരി വസ്തുക്കൾ തൊട്ട് തീണ്ടാൻ പോലും പാടില്ല. ലഹരി വിരുദ്ധ പോരാട്ടം ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആരംഭം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളാണ് നമ്മൾ. അതിന്റെ ധീരയോദ്ധാക്കളാണ് നമ്മൾ. നമ്മൾക്കറിയാം, വലിയ തോതിലുള്ള ലഹരി വിരുദ്ധ പോരാട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നാട്ടുകാരും പോലീസും എക്സൈസും നമ്മുടെ ഒപ്പമുണ്ട്. വളരെ വലിയൊരു പട്ടം നമ്മുടെ രാജശേഖരൻ പറത്താൻ പോവാണ്. രണ്ടുപേരും സഹായം വേണം. നമുക്ക് നോക്കാതെ എങ്ങനെ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം, ടാറ്റാ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു.